നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും പശ്ചിമ ബംഗാളിലേക്ക് പോകാം. നമസ്കാരം. പശ്ചിമ ബംഗാളിൽ വീണ്ടും സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം, മുഖ്യമന്ത്രിയായ ശേഷം വീണ്ടും നമുക്ക് തൃണമൂലിൻ്റെ പ്രശ്നങ്ങളില്ലാതെ മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവിടെ പോസിറ്റീവ് കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും ചർച്ച ചെയ്യാറില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്തു, പക്ഷേ അവിടുത്തെ ക്രൂഡ് ഓയിൽ നിക്ഷേപം അല്ലേ, അല്ല അത് മാത്രമല്ല അവിടെ വരാൻ പോകുന്ന മറ്റ് സ്വകാര്യ നിക്ഷേപം, FDI അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ അമുലിന്റെ 700 കോടി രൂപയുടെ പ്ലാന്റിന്റെ നിർമ്മാണം തറക്കല്ലിട്ടു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ മറ്റ് ഈ അവിടുന്ന് നിലച്ചുപോയ, അതായത് ബംഗാളിൽ ഉണ്ടായിരുന്നിട്ട് നിലച്ചുപോയ നിരവധി വലിയ വ്യവസായങ്ങൾ. ഒരു കാലത്ത് ഈ ബംഗാൾ വ്യവസായങ്ങളുടെ ഈറ്റില്ലമായിരുന്നു. നമുക്കറിയാമല്ലോ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം തന്നെ ബംഗാളിലായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊരു പഴയ ചരിത്രമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വിഷയം അതല്ലല്ലോ. നമ്മളെ ബംഗാളിനെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ പറഞ്ഞാൽ നമ്മൾ മറ്റേ നോർത്ത് പർഗാനസിലാണല്ലോ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കണ്ടെത്തിയതും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പായിരുന്നു നിയമസഭ കണ്ടെത്തി. പക്ഷെ ഇതൊക്കെ ജനശ്രദ്ധയിൽ എത്തിയത് ഈ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയ ശേഷമാണ്. ഇത് 2021-22 കാലത്ത് തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്താണ് സുവേന്ദു അധികാരിക്ക് ഒരു കനത്ത നഷ്ടമുണ്ടായത്. അദ്ദേഹത്തിന്റെ PA, വലങ്കയായിരുന്ന അദ്ദേഹത്തിന്റെ PA അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി. അദ്ദേഹം SCB തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷെ അതിൽ വേറൊന്നും നോക്കിയില്ല, ചന്ദ്രനാഥ് റാത്ത്. അതെ, അപ്പൊ പിന്നെ വേറൊന്നും നോക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമായിരുന്നു, റിസൾട്ട് വന്ന ആ ടൈം അല്ലേ. വേറെ ഒന്നും നോക്കില്ല, നേരെ, അതായത് അദ്ദേഹത്തിന് അന്ന് ബംഗാൾ പോലീസിന് വിശ്വാസമില്ലായിരുന്നു സുവേന്ദുവിന്. കാരണം അധികാരം ഏറ്റെടുത്തേ നേരെ തന്നെ CBIക്ക് കേസ് വിട്ടു. പക്ഷെ CBI കൃത്യമായിട്ട് നേരത്തെ 9 പേരെ പിടിച്ചു, ഇപ്പൊ 2 പേരെയും പിടികൂടിയിട്ടുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് സുവേന്ദു അധികാരിയുടെ കാര്യവും. കാരണം അദ്ദേഹവും ഹിറ്റ് ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തൃണമൂലിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ല, നമ്മുടെ തീവ്രവാദികളുടെ അതിർത്തി കടന്ന് എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് ഈ തക്കം പാർത്ത് നോക്കിയിരിക്കുന്ന ഈ ചോര കൊതിയന്മാരുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് സുവേന്ദു അധികാരി വന്നിരിക്കുന്നൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ, കാരണം ഈ PAയുടെ കൊലപാതകവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ രാജ്നാഥ് സിംഗ് ഇവരൊക്കെ പലരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ്. ശത്രു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നേതാക്കളാണ് ഇവരൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ സാധാരണ നിലയ്ക്ക് നമ്മളെ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തതാണ്. അങ്ങനെയാണല്ലോ ലഷ്കർ-ഇ-തോയ്ബയുടെ 2 ചാവേറുകൾ അദ്ദേഹത്തെ കൊല്ലാൻ വരികയും അവർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിലൊരാൾ മലയാളിയാണ്, പ്രാണേഷ് കുമാർ എന്ന വ്യക്തി. അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു കൊടും ചാവേറാണ് ഇസ്രത് ജഹാൻ. അപ്പോൾ മുഖ്യമന്ത്രിമാരെ അങ്ങനെ ടാർഗറ്റ് ചെയ്യും. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ VIP സെക്യൂരിറ്റി. അത് പക്ഷേ ഇപ്പോൾ 2016 ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോഴും കനത്ത പോലീസ് കാവലിലാണ് പോകുന്നതും വരുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രി, അല്ല അങ്ങനെ ഈ നരേന്ദ്രമോദി മാത്രമല്ല, ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു കാർ ബോംബ് ആക്രമണത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു. അത് വിജയിച്ചില്ല. അത് നക്സൽ ഗ്രൂപ്പുകളാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള ഒരു അണിയറ സംസാരം പൊതുവേ ഉണ്ട്. മോദിയുടെ പിൻഗാമി യോഗി എന്ന മട്ടിലുള്ള അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ BJPക്ക് ഉള്ളിലും BJPക്ക് പുറത്തുമുണ്ട്. ഒരിക്കലും BJPയിൽ അങ്ങനെ ഒരു പിൻഗാമി ആയിരുന്നുള്ള ക്യാമ്പയിൻ അല്ല, അങ്ങനെ വരാറില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞത് അനൗദ്യോഗികമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ BJP അണികൾ അങ്ങനെ ചർച്ച ചെയ്യുന്നു. നരേന്ദ്രമോദിജി പോലും വരുന്നത് അല്ല, അതിരിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചല്ല നമ്മുടെ വിഷയം. ഇപ്പം യോഗി ആദിത്യനാഥിനെ കൂടാതെ ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ അങ്ങനെ ഭീകരന്മാർ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ അത് സുവേന്ദു അധികാരിയാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞ വിഷയം ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഈ ചന്ദ്രനാഥ് റാത്ത്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേരെ കൂടെ CBI അറസ്റ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു
BJPയുടെ ഒരു പ്രധാനപ്പെട്ട റീജിയണൽ റൈവൽ പാർട്ടി, പ്രാദേശിക എതിരാളി ആയിട്ടുള്ള ഒരു കക്ഷിയുമായി ബന്ധപ്പെട്ട 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ അറസ്റ്റ് ചെയ്ത 9 പേര് ക്രിമിനലുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേര് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ നേരത്തെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ വെടിവെച്ചില്ലായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാറ് തടഞ്ഞു നിർത്തി വെടിവെച്ചില്ലായിരുന്നു. ഇവർ ബൈക്കിലെന്തോ ആയിരുന്നു ഇവർ വന്നിട്ട് കാറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തി അങ്ങനെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുകയായിരുന്നു, ഈ ചന്ദ്രനാഥ് റാത്തിനെ. അപ്പോൾ അതിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായി 9 പേര് കൊട്ടേഷൻ ടീം, ഈ ക്രിമിനലുകളൊക്കെ ആയിരുന്നെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് 2 പേരെ CBI ഇപ്പോൾ പൊക്കിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുള്ളവരെയാണ്. അവർ രാഷ്ട്രീയക്കാരാണോ, ഈ പ്രാദേശിക എതിരാളി പാർട്ടി ഏതാണെന്നോ ഒന്നും CBI വെളിയിൽ വിട്ടിട്ടില്ല. അത് രഹസ്യമാണ്. അതെനിക്ക് തോന്നുന്നു ഇനി അവരുടെ മറ്റ് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ അവരെ പബ്ലിക് ഇതിലെത്തിക്കുകയുള്ളൂ എന്നാണ്. കോടതിയിലൊക്കെ ഹാജരാക്കി ഒരുപക്ഷെ തിരിച്ചറിയൽ പരേഡൊക്കെ ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാണാം അതിനകത്ത്. പക്ഷെ അവർ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ ഈ കൊലയാളികളായ വ്യക്തികൾ ചില രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ബന്ധം പുലർത്തുന്നതായിട്ടൊരു സൂചന ഉണ്ടായിരുന്നു സംഭവത്തിൽ. ഇതാണിപ്പോൾ ഈ കേസിൽ ഇത്രയേ നമുക്ക് വിവരങ്ങളുള്ളൂ, ഇതിനപ്പുറത്തേക്ക് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സാഹചര്യത്തിലാണ് താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വളരെ പ്രസക്തമായിട്ട് വരുന്നത്. സുവേന്ദു അധികാരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹത്തെ ഭീകര സംഘടനകൾ ടാർഗറ്റ് ചെയ്തിരിക്കണമെന്നും ഉള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ദൈവഗത്യാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതറിഞ്ഞിട്ടില്ല, അവരിതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഒരു പത്രത്തിലും ഇത് സംബന്ധിച്ച് വാർത്ത വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ കാണാത്തത് എൻ്റെ കുറ്റമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ചില ഓൺലൈനുകളൊക്കെ ഇതിനെ സംബന്ധിച്ച് വാർത്ത വിട്ടു. നമ്മുടെ മുഖ്യധാര ചാനലുകളിലൊന്നും ഞാൻ കണ്ടില്ല, അവരുടെ യൂട്യൂബുകളിലും ഇങ്ങനൊരു വാർത്ത ഞാൻ കണ്ടില്ല. പിന്നെ ഏതാണ്ടൊരു ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ വാർത്തയ്ക്ക്, ഞാൻ ഈ പറയുന്ന വാർത്തയ്ക്ക്. അതായത് സുവേന്ദു അധികാരി എന്ന മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ബംഗാളിലെത്തി അവിടെ രഹസ്യമായി തമ്പടിച്ച് അതിന് വേണ്ടുന്ന കരുനീക്കങ്ങൾ നടത്തിയിരുന്ന ഒരു കൊടും ഭീകരൻ പിടിയിലായിട്ടുണ്ട്. ഇതാണ് വാർത്ത. ഈ ചന്ദ്രനാഥിൻ്റെ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. CBI അന്വേഷണമായിട്ട് ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ ഇപ്പുറത്ത് ബംഗാൾ STF സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ATS അല്ല, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, അവർ STF ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പേര് ഹമീദ് മണ്ഡൽ. ഇയാൾ ജെയ്ഷെ കമാൻഡർ സജാദ് ഭട്ടിൻ്റെ അടുത്ത അനുയായിയാണ്. ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം ഏതാണ് സംഘടനയെന്ന്, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുൽവാമയിലെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ സജാദ് ഭട്ടാണ്. സജാദ് ഭട്ട് ആണ് ബംഗ്ലാദേശിലും ജെയ്ഷെ മുഹമ്മദിൻ്റെ വിത്ത് പാകി അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഉണ്ട് ബംഗ്ലാദേശിൽ. അവരവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, പരിശീലനമൊക്കെ കൊടുക്കുമെന്നൊക്കെയാണ് ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് പണ്ട്. അത് വാർത്ത വന്നിട്ട് ഏതാണ്ടൊരു 6 മാസമെങ്കിലും ആയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കട്ടെ, ഈ ഹമീദ് മണ്ഡലുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് ഇയാൾ 2019 പുൽവാമ ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ആളാണ് ഈ സജാദ് ഭട്ട്. ആ സജാദ് ഭട്ടുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. ഈ ബർദ്വാനിലെ, അതായത് ബംഗാളിലെ ബർദ്വാനിലെ റെനൈസൻസ് ഹൗസിംഗ് സമുച്ചയം ഒരു കോളനിയാണ്. കോളനി എന്ന് പറയാൻ പാടില്ല ഇപ്പം, അല്ലേ, ഉന്നതി. കേരളത്തിൽ അല്ല, അവിടെ ഉന്നതി. ഇതെന്ന് പറഞ്ഞൊരു വലിയ റെസിഡൻഷ്യൽ ഏരിയ, അപ്പോൾ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇയാൾ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡ് ചെയ്ത ബംഗാൾ STF സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സാഹസികമായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ പുള്ളിയല്ല, ഏറ്റുമുട്ടൽ വല്ലതും നടന്നോ എന്ന് വാർത്തയിൽ നിന്ന് വ്യക്തമല്ല. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയ പലതും ഈ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്, ഓൺലൈനുകളും
പിന്നെ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ബംഗാൾ ഇന്ത്യയിലല്ലെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ബംഗാൾ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള പ്രദേശം എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, പിന്നെ കർണാടക, തെലങ്കാന, ഇങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ബാക്കിയൊന്നും ഇന്ത്യയിലല്ല എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ധരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി രസം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വന്നത്, ഈ ഹമീദ് മണ്ഡൽ വന്ന് ഒളിച്ച് താമസിച്ചത് കേവലം സുവേന്ദു അധികാരിയെ മാത്രം ലക്ഷ്യമിട്ടല്ല, ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഒക്കെ, അതായത് വിവിധ പാർട്ടികളിൽപ്പെട്ട ഉന്നത രാഷ്ട്രീയ നേതാക്കളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ നാട്ടിൽ കലാപം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും അതിർത്തി സംസ്ഥാനമാണ്. ഈ മാത്രമല്ല ഇയാളുടെ കയ്യിൽ ജൂലൈ 9 തൊട്ട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പങ്കെടുക്കുന്ന, ഇനി അങ്ങോട്ട് ഇപ്പോഴും മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഒരു 2 മാസം മുമ്പേ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ ജൂലൈ 9 മുതലുള്ള വിവരങ്ങളുടെ പട്ടിക ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ മൊബൈലിൽ നിന്ന് അത് പോലീസ് പിടിച്ചെടുത്തു. ഇയാളുടെ കയ്യിൽ ഹാർഡ് കോപ്പിയും ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഈ പ്രദേശവാസിയായ ഒരു വ്യക്തി എന്ന വ്യാജേനയാണ് ഇയാൾ അവിടെ താമസിച്ചിരുന്നത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇയാളെ പിടികൂടാൻ സഹായിച്ചു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തിയത്. മാത്രമല്ല ഇയാൾ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഇയാളുടെ കൂടെ ഒരു സംഘമുണ്ട്. ഇവരിവിടെ വന്നതിന് ശേഷം ചെതറി പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുകയാണ്. ഒരുമിച്ച് താമസിച്ചാലാണല്ലോ പിടിക്കാൻ എളുപ്പം. അപ്പോൾ അതുകൂടാതെ ഇവർ പല പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചതായിട്ടാണ് STF നമുക്ക് നൽകുന്ന വിവരം. ഈ ബർദ്വാനിലെ നവോത്ഥാന ടൗൺഷിപ്പ്, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്, റിനൈസൻസ് സമുച്ചയം. അവിടുത്തെ ആ ടൗൺഷിപ്പിൽ ഇയാൾ ഈ പറഞ്ഞതുപോലെ ചില രഹസ്യ രേഖകൾ സമ്പാദിച്ചുകൊണ്ട് അവിടെ പ്രദേശവാസിയായ ആരുടെയോ സഹായത്തോടു കൂടിയാണ് ഇയാൾ അവിടെ താമസിച്ച് വന്നത്. ഇത്രയും വിവരങ്ങളാണ് ഇയാളെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലാണ്, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കസ്റ്റഡിയിലാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് നിർണായകമായ ചില സൂചനകളും രേഖകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് STF പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും മറ്റ് ചില പ്രമുഖ നേതാക്കൾ, അത് BJPക്കാരാണോ BJPക്ക് പുറത്തുള്ളവരാണോ എന്ന് നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ബംഗാൾ പോലീസ് ചില സൂചനകൾ നൽകിയതല്ലാതെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് കേസന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് കേസന്വേഷണത്തെ ബാധിക്കാത്ത വിവരങ്ങൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഈ ഹമീദ് മണ്ഡൽ ആണ്. അക്കാര്യത്തിൽ കൃത്യമായ ധാരണ ഉണ്ട്. അയാൾ എന്തിനാണ് വന്നത്, എന്താണ് അയാൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതാണ് ബംഗാളിൽ നിന്നുള്ള ഈ 2 സംഭവങ്ങൾ. ഒന്ന്, സുവേന്ദു അധികാരിയുടെ PA ആയിരുന്ന ആളിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ കേവലം ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ വർക്കോ സാമ്പത്തിക ഇടപാടോ ഒന്നുമല്ല, വളരെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ബന്ധം അതിനുണ്ട് എന്ന് തെളിയിക്കുന്ന ചില സൂചനകൾ, ചില തെളിവുകൾ, രേഖകളൊക്കെ ഈ കേസ് അന്വേഷിക്കുന്ന CBIക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരമൊരു തീവ്രവാദി ഒരു അറ്റംപ്റ്റ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും പശ്ചിമ ബംഗാൾ കഴിഞ്ഞ 10-15 വർഷമായി നടന്നു വന്ന അതിർത്തി കടന്നുള്ള, നമ്മൾ നേരത്തെ തന്നെ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഈ കള്ളക്കടത്ത് ഇടപാടുകൾ, അത് സ്ഥിരം ബോർഡർ അതിർത്തി കടന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെയാണ് സുവേന്ദുവിന്റെ സർക്കാർ വന്ന് തടയിട്ടത്, അല്ലേ? അതായത് സുവേന്ദുവിന്റെ സർക്കാർ വരുന്നതിനും ഒരു 6 മാസം മുമ്പേ, മമതയുടെ അവസാന കാലത്ത് ഒരു 6 മാസം തൊട്ട് ഇതെല്ലാം സ്റ്റോപ്പായി വരികയാണ്. കാരണം ഈ SIR ഒക്കെ വന്ന് അവസാനത്തെ ഒരു വർഷം വളരെ സങ്കീർണമായിരുന്നു. മമതയ്ക്കൊന്നും ഒന്നും ഈ SIR ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ കളി മാറി.
ഇത് അതിനേക്കാളും സങ്കീർണമായ മറ്റൊരു വിഷയമുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം രാജേഷ്. ഈ ബംഗാളിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ബംഗാളിലെ കാര്യങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അത് വാർത്തകളിൽ ഇടം പിടിക്കാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് താങ്കൾക്ക് മനസ്സിലായോ? അതായത് ബംഗാൾ 34.5 വർഷം CPM തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സംസ്ഥാനമാണ്. കേവലം ഈ മമത എന്നൊക്കെ പറയുന്നത് CPMനെതിരെ ഉണ്ടായ ഒരു ജനരോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു പ്രതിഭാസമാണ്, ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഒരു 15 വർഷത്തിൽ കൂടുതൽ അതിന് നിലനിൽക്കാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രത്യയശാസ്ത്രമില്ല, അതിനൊരു ആശയ അടിത്തറയില്ല. അപ്പോൾ ഈ CPMനോട് ജനങ്ങൾക്കുണ്ടായ താൽക്കാലികമായ ഒരു വിരോധം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ തുടർന്നുണ്ടായ ഒരു എതിർപ്പ്, അതാണല്ലോ നന്ദിഗ്രാം സിംഗൂർ ഇഷ്യൂ. കർഷക പ്രക്ഷോഭമാണ് അത് CPMനെതിരായ വലിയൊരു പ്രക്ഷോഭമായി മാറിയത്. അതിനെ മുതലെടുത്തുകൊണ്ടാണ് മമത 15 കൊല്ലം ഒരു ഇത്തൽ കണ്ണി പോലെ അവിടെ പിടിച്ചു നിന്നത്. അല്ലാതെ മമതയ്ക്ക് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. മമതയുടെ പ്രത്യയശാസ്ത്രം തുട്ടാണ്, ടക. രാഹുൽ ഗാന്ധി പറയണമല്ലോ, ടക ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായത് അവരുടെ പ്രത്യയശാസ്ത്രം, അവരുടെ ഐഡിയോളജി ജനങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് ബംഗാളിൻ്റെ പാരമ്പര്യത്തിനും ബംഗാളിൻ്റെ പൈതൃകത്തിനും ബംഗാളിൻ്റെ സംസ്കാരത്തിനുമൊക്കെ എതിരായി മാറി. തുടക്കത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ പതുക്കെ അത് എതിരായി മാറി. അപ്പോൾ ചോദ്യം ചെയ്യലുകൾ ഉയർന്നു. അപ്പോൾ അവരെ കൊലപ്പെടുത്താനും അടിച്ചമർത്താനും ഒക്കെ തുടങ്ങി. അതാണ് ഈ 2007-08 കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വലിയ ഒരു എതിർപ്പായി രൂപാന്തരം പ്രാപിച്ചത്. അത് കേവലം ഒരു ദിവസം അന്ന് നന്ദിഗ്രാമിലെയോ സിംഗൂറിലെയോ കർഷകർ CPM ഗവൺമെൻറ്റിനെതിരായതല്ല. കാലങ്ങളായിട്ട് തുടർന്ന് വന്ന നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ചും അവിടെ ഈ ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവരെ തമ്മിൽ അടുപ്പിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ CPM രാഷ്ട്രീയം നല്ല രീതിയിൽ വെള്ളവും വളവും കൊടുത്ത് ഇന്ധനം കൊടുത്ത് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു. അതിനെ വോട്ട് ബാങ്കാക്കി, ഒരു വിഭാഗത്തെ ശത്രുവാക്കി മറുവിഭാഗത്തെ കൂടെ നിർത്തി തരാതരം പോലെ മാറി. ഒരു തവണ ഹിന്ദുക്കളുടെ കൂടെ നിന്നാൽ അടുത്ത തവണ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കും. ഇങ്ങനെ തരാതരം മാറി മാറി കളിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയ ഉപരിപ്ലവമായ കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ എല്ലാം ചെയ്ത് മുന്നോട്ട് പോയ അവർക്കല്ലാതെ അവിടെ നമുക്കറിയാമല്ലോ, ഈ സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ ആസ്ഥാനം കൊൽക്കട്ടയായിരുന്നു. മലയാളികൾ അവിടെ പോയി ജോലി ചെയ്തിരുന്നു അന്ന്. അതായത് ഞാനീ പറയുന്നത് 1850 ശേഷവും 1925 മുമ്പും ഒക്കെ, അല്ലെങ്കിൽ 1950 മുമ്പും ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് വ്യവസായശാലകളും ഒക്കെ ഉണ്ടായിരുന്ന, വലിയ വ്യവസായങ്ങളുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ബംഗാൾ. ആ ബംഗാളിനെയാണ് ഈ ഇടതുപക്ഷം നിലം പരിശാക്കിയത്. ആ ബംഗാൾ ഇന്ന് വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി മാറി. ഇപ്പോൾ ഈ ഭരണമാറ്റം വന്നതോടുകൂടി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ ഒരു വ്യാവസായിക നവോത്ഥാനം ഉണ്ടാകാൻ പോവുകയാണ് ബംഗാളിൽ. അത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതാണ് ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നവനൊക്കെ തിരിച്ചു പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടില്ല. അവർ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളെ നാട്ടിൽ നല്ല തൊഴിൽ കിട്ടുമ്പോൾ പിന്നെ ഞങ്ങളതിന് അങ്ങോട്ട്. ഇപ്പം തന്നെ ഗൾഫിൽ കിടക്കുന്ന മലയാളിക്ക് കേരളത്തിൽ നല്ല ജോലി കിട്ടുമെങ്കിൽ അവർ കേരളത്തിലല്ലേ നിൽക്കുള്ളൂ. അവർ അതെ, ഇവിടെ ബംഗാളിലും അതുപോലെ തന്നെയാണ്. അവർക്ക് മനസ്സിലായി ഇനി ബംഗാൾ പുതിയൊരു മാർഗത്തിലേക്കാണ്. അതിന് ജനവും അനുകൂലമാണ്. അതുകൊണ്ടാണ് ഈ 92-94% പോളിംഗ് നടന്നത് അവിടെ. ആ പോളിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഈ 208 സീറ്റുകളിൽ BJP വലിയ വിജയം നേടിയത്. അപ്പോൾ ഇനി അവിടെ മാറ്റം വരികയാണ്. ഈ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് ഇപ്പോഴും പറ്റിയിട്ടില്ല. ആ ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ തമസ്കരിക്കുന്നത്. ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പോസിറ്റീവായ വാർത്തകൾ, ബംഗാളിൽ ഈ ഭീകരവാദികൾ, വിധ്വംസക പ്രവർത്തകർ ഒക്കെ നടത്തുന്ന പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത്, ബഹിഷ്കരിക്കുന്നത് അതിനാണ്. വളരെ വളരെ തന്ത്രപൂർവം കേരള മാപ്രകൾ ഈ കാര്യത്തിൽ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട്.
അത് അവർ CITU മാധ്യമ തൊഴിലാളികളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമല്ല അത്. വസ്തുതകളെ, വാർത്തകളെ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുന്നതല്ല. ബംഗാളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ആ മാറ്റങ്ങളെ മുളയിലേ നുള്ളാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ ഹമീദ് മണ്ഡലിനെ പോലെയുള്ള കൊടും ഭീകരന്മാർ ബംഗാളിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം അതാണ്. അവർ മനസ്സിലാക്കാതെ പോകുന്നത്, ഒരു സുവേന്ദു അധികാരി പോയാൽ 10 സുവേന്ദു അധികാരിമാർ വേറെ വരും. കാരണം അത് BJPയുടെ സംവിധാനം അങ്ങനെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. ഇതൊന്നും അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇടതുപക്ഷത്തിന്, മാർക്സിസ്റ്റുകാർക്ക്, കമ്മികൾക്ക് ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും എന്താണെന്ന് അറിയാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അതിനെല്ലാം ഞങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ഞങ്ങളൊരു പുതിയ സാധനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവർ പണിയെടുത്തതാണ്. ആ പണി ഇവിടെ വിലപ്പോകില്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലും കൂടെ അത് നിലംപരിശായി കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് ഇവർക്കില്ല എന്നുള്ള സത്യം അവരും മനസ്സിലാക്കിയിട്ടില്ല. അവർ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, പക്ഷേ കേരളത്തിലെ മാപ്രകളതൊട്ടും മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ വിചാരം 5 കൊല്ലം കഴിയുമ്പോൾ ഇതിങ്ങ് തിരിച്ചു വരും എന്നാണ്. ഒരിക്കലും ഇതിന് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇത് തിരിച്ചു വരണമെങ്കിൽ വലിയ വലിയ ടാസ്ക്കാണ്, അതത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ബാലികേറ മലയാണ്. അതുകൊണ്ട് ഏതൊക്കെ വാർത്തകൾ ഒളിച്ചു വെച്ചാലും, വസ്തുതകൾ വളച്ചൊടിച്ചിരുന്നാലും ശരി, സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ബംഗാളിൽ സുവേന്ദു അധികാരിക്കും അവിടുത്തെ പോലീസിനും അവിടുത്തെ സംവിധാനങ്ങൾക്കുമൊക്കെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ ഹമീദ് മണ്ഡലിൻ്റെ അനുയായികളെ ഒന്നൊഴിയാതെ എല്ലാറ്റിനെയും പൊക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട.